ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രവും സ്തുതിയും കരയേറ്റുന്നു. വിശേഷിയാൽ ഇന്ന് കർത്തൃദിവസം കൂടിയാണല്ലോ. മഹാദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും ദൈവമക്കൾക്ക് ഒന്നിച്ചു കൂടാൻ പരിശുദ്ധ ദൈവത്താൽ നമുക്ക് സംജാതമാകുന്ന സുന്ദര ദിവസത്തിൻ്റെ പ്രഭാതം കഴിയുന്ന സമയം ദൈവപാദപീഠത്തിൽ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയാൻ കർത്താവ് തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്തൊരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കുന്ന കൂടെ നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് ഓരോ ദിവസവും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവസരങ്ങളെ തന്ന് നമ്മെ സാക്ഷ്യത്തോടും ദൈവകൃപയോടും സുരക്ഷിതമായി സൂക്ഷിക്കുന്ന നമ്മുടെ മഹാദൈവത്തിന്, അതിലുപരി എപ്പോഴും ദൈവത്തിൻ്റെ വചനത്താൽ നമ്മെ ഉറപ്പിക്കുന്ന കർത്താവിന് സ്തുതിയും മഹത്വവും പുകഴ്ചയും ആരാധനയും കരയേറ്റിക്കൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ദൈവിക ആലോചനയ്ക്ക് ആധാരമായി സങ്കീർത്തനങ്ങൾ 9 നിന്ന് 2 വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 9-ാം സങ്കീർത്തനത്തിൻ്റെ 13-14 വാക്യങ്ങൾ. 9-ാം സങ്കീർത്തനത്തിൻ്റെ 13-14 വാക്യങ്ങൾ. യഹോവേ, എന്നോട് കരുണയുണ്ടാകണമേ. മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ, എന്നെ പകയ്ക്കുന്നവരാൽ എനിക്ക് നേരിടുന്ന കഷ്ടം നോക്കണമേ. ഞാൻ സിയോൻ പുത്രിയുടെ പടിവാതിലുകളിൽ നിൻ്റെ സ്തുതിയെ ഒക്കെയും പ്രസ്താവിച്ച് നിൻ്റെ രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന് തന്നെ. ദാവീദ് രാജാവിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഈ 2 വാക്യങ്ങൾക്കകത്ത് അന്തർലീനമായി കിടക്കുന്നത്. പ്രാർത്ഥന മാത്രമല്ല, ദൈവം തനിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി കൂടെയാണ് ഇതിനകത്ത് ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. 13-ാമത്തെ വാക്യത്തിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: മരണവാതിലുകളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ. 13-ാമത്തെ വാക്യത്തിൽ മരണവാതിലുകൾ കാണാം. 14-ാമത്തെ വാക്യത്തിലാകട്ടെ, ഞാൻ സിയോൻ പുത്രിയുടെ പടിവാതിലുകളിൽ നിൻ്റെ സ്തുതിയെ പ്രസ്താവിക്കും. 14-ാം വാക്യത്തിൽ സിയോൻ പുത്രിയുടെ പടിവാതിൽ കാണാം. മരണവാതിലുകളിൽ നിന്ന് ഉദ്ധരിച്ചത് സിയോൻ പുത്രിയുടെ പടിവാതിലുകളിൽ സ്തുതിക്കാനാണ് എന്നതാണ് വാസ്തവത്തിൽ ഈ 2 വാക്യങ്ങളെ ചേർത്ത് വെച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരല്പം കൂടി വിശദീകരിച്ച് നിങ്ങളോട് പറയേണ്ടത് പറയാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. മരണവാതിലുകൾ എന്ന് ബഹുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം മരണത്തിൻ്റെ വാതിലിൽ വരെ എത്തി. വാതിൽ കടന്നാൽ അതിനപ്പുറം മരണമാണ്. അടുക്കള വാതിൽ എന്ന് പറഞ്ഞാൽ ആ അടുക്കളയുടെ വാതിൽ കടന്നാൽ അടുക്കളയാണ് അകത്തേക്ക് കിടക്കുന്നത്. അങ്ങനെ എന്തിൻ്റെയാണോ വാതിൽ, ആ വാതിലിനപ്പുറത്തേക്ക് കടന്നാൽ പിന്നെ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുക. 1 അല്ല 2 അല്ല 3 അല്ല, അനേക പ്രാവശ്യങ്ങൾ മരണവാതിലോളം എത്തിയ മനുഷ്യനാണ് ദാവീദ്. അതെല്ലാം വിശദീകരിക്കാൻ സമയമെടുക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരായുസ് തീർക്കുന്നതിനേക്കാൾ മുമ്പ് അനവധി പ്രാവശ്യം ഇതുപോലെ മരണത്തിൻ്റെ വാതിലിൻ്റെ തൊട്ടടുത്തെത്തി കാണും. ഒരു വാതിലിൻ്റെ ഘനം അപ്പുറത്തേക്ക് കടന്നാൽ മരണത്തിലേക്ക് വഴുതി വീഴാമായിരുന്നു. എന്നെ കേൾക്കുന്ന ഒരുപാട് പേർക്ക് ഇതുപോലെ നമ്മൾ അറിഞ്ഞും അറിയാതെയും മരണവാതിലോളം ചെന്ന അനേക അനുഭവങ്ങൾ കണ്ടേക്കാം. എന്നാൽ മരണവാതിൽ വരെ ചെന്നിട്ട് ഈ ദിവസവും ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കാൻ കാരണം, ഇന്ന് നമ്മളായിരിക്കുന്ന സ്ഥാനത്തായിരിക്കാൻ കാരണം, മരണവാതിൽ കടക്കാൻ ദൈവം സമ്മതിച്ചില്ല. ആ വാതിക്കൽ വെച്ച് ദൈവം ഉദ്ധരിച്ചു എന്നെഴുതിയിരിക്കുന്നത്. ദൈവം എത്രയോ പ്രാവശ്യം എബ്രായ ബാലന്മാരോട് ചോദിച്ചാൽ തീച്ചൂള ഒരു മരണവാതിലായിരുന്നു. ആ മരണവാതിലിൽ കടന്നതാണ്. അവിടെ വെച്ചാണ് അത്രയും നേരം മിണ്ടാതിരുന്ന ദൈവം, മൗനമായിരുന്ന ദൈവം ആ വാതിക്കലെത്തിയപ്പോൾ വിടുവിച്ചില്ലേ. അങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ ഓരോ ഭക്തന്മാരെ, ഇസഹാക്ക് മോറിയാമലയിൽ അടുക്കപ്പെട്ട വിറകിൽ അല്ലെങ്കിൽ യാഗപീഠത്തിൻ്റെ മുകളിൽ കെട്ടപ്പെട്ടവനായി കിടക്കുമ്പോൾ
ദൈവത്തിന് യാഗമർപ്പിക്കാൻ വേണ്ടി ദൈവം ആവശ്യപ്പെട്ടതനുസരിച്ച് അബ്രഹാം വാളൂരി വെട്ടാൻ ഒരുങ്ങുന്നു. മരണവാതിലിലേക്ക് ഒരിഞ്ച് കനം എന്ന് വേണമെങ്കിൽ പറയാം, മരണവാതിലിനകത്തേക്ക് കടന്നതാണ്. ആ സമയത്താണ് ഉദ്ധരിക്കുന്നവനായ ദൈവം ഉറക്കെ പറഞ്ഞത്, അബ്രഹാമേ അബ്രഹാമേ, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്. മരണവാതിക്കൽ നിന്ന് ഉദ്ധരിക്കുന്ന ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ രോഗമോ പ്രയാസമോ ശാരീരിക ബുദ്ധിമുട്ടോ എന്ത് നേരിടുകയാണെങ്കിലും, ഒരുപക്ഷെ പല രോഗങ്ങളും മരണവാതിലാണ്. ആ മരണവാതിലിലെത്തിയ ചില രോഗങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു ഭീതി തന്നെ നമ്മുടെ മനസ്സിനകത്തുണ്ട്. ഞാൻ അത്തരം രോഗങ്ങളുടെ പേര് പറയേണ്ട കാര്യമില്ല, നമുക്ക് പലർക്കും അറിയാം. പൊതുവിൽ പൊതുജനത്തിൻ്റെയും ചിലപ്പോൾ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ വരെയും മനസ്സിനകത്ത് ചില രോഗങ്ങൾ മരണവാതിലാണ്. അത് കടക്കുന്നത് മരണത്തിലേക്കാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആ വിധ രോഗത്താൽ ചികിത്സ വിധേയപ്പെടുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾ മരണവാതിക്കൽ വരെ എത്തിയാലും അഥവാ ഈ വക രോഗങ്ങളുടെ പിടിയിൽ അമർന്നാലും, ആ മരണവാതിക്കൽ നിന്ന് ഉദ്ധരിക്കുന്നവനാണ് വേദപുസ്തകത്തിൽ കാണുന്ന നാം വിശ്വസിക്കുന്ന ദൈവമെന്ന് മറക്കരുതേ. മരണവാതിക്കൽ ചെന്നു എന്നതുകൊണ്ട് തീർന്നു എന്ന് വിചാരിക്കരുത്. അവിടെ നിന്ന് ഉദ്ധരിക്കുന്ന ദൈവം, ആ ദൈവം മരണവാതിലിൽ നിന്ന് ഉദ്ധരിച്ചിട്ട് ഈ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്നെ പകയ്ക്കുന്നവർ നിമിത്തമുള്ള കഷ്ടമൊക്കെ അങ്ങൊന്ന് കാണണമേ എന്ന് പറഞ്ഞതിന് ശേഷം 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, സിയോൻ പുത്രിയുടെ പടിവാതിലുകളിൽ നിന്റെ സ്തുതിയെ ഒക്കെയും പ്രസ്താവിച്ച് അങ്ങയുടെ രക്ഷയിൽ സന്തോഷിക്കേണ്ടതിന്. അപ്പോൾ മരണവാതിലിൽ നിന്ന് വിടിവിച്ചിട്ട് ദൈവമായ കർത്താവ് സിയോൻ പുത്രിയുടെ പടിവാതിൽ എന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരികമായിട്ട് എഴുതിയിരിക്കുന്നത്. സിയോൻ പുത്രി എന്ന് പറയപ്പെടുന്നത് ഇസ്രായേൽ ജനത്തെ ഉദ്ദേശിച്ചായിരിക്കും. ഇവിടെ സിയോൻ പുത്രിയുടെ പടിവാതിൽ എന്ന് പറയുന്നത് ഈ സിയോൻ പുത്രിയുടെ കൂട്ടത്തിലുള്ള ആളാണ് സങ്കീർത്തനം എഴുതിയ ആൾ. അപ്പോൾ സിയോൻ പുത്രിയുടെ പടിവാതിലിൽ നിന്ന് മരണവാതിലിലേക്ക് ചില വിഷയങ്ങൾ വലിച്ചുകൊണ്ടുപോയി, തള്ളിക്കൊണ്ടുപോയി. സ്വന്തക്കാരുടെയും ചാർച്ചക്കാരുടെയും പ്രിയപ്പെട്ടവരുടെയും ആരാധിക്കുന്നവരുടെയും കുടുംബക്കാരുടെയും ഇടയിൽ നിന്ന് ഒറ്റപ്പെട്ട് എന്നേക്കുമായി മരണവാതിൽ വഴി അപ്പുറം കടന്നു പോകുമെന്ന് വിചാരിച്ച സ്ഥാനത്ത് ആ മരണവാതിക്കൽ നിന്ന് കയ്യെ പിടിച്ച് തിരിച്ച് സിയോൻ പുത്രിയുടെ കൂട്ടത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നപ്പോൾ, സിയോൻ പുത്രിയുടെ പടിവാതിക്കലെത്തിയപ്പോൾ ഉദ്ധരിച്ചവനെ സ്തുതിപ്പാൻ, പുകഴ്ത്താൻ, ആ രക്ഷയിൽ സന്തോഷിക്കാൻ കടപ്പെട്ടിരിക്കുന്നു ഈ മരണവാതിൽ നിന്ന് വിടുതൽ കിട്ടിയവൻ എന്ന് ഈ ഭാഗത്ത് വ്യക്തത തന്ന് നമ്മളെ ബോധിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ അനേക സന്ദർഭങ്ങളിൽ നാം എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടു പോകും, അകന്നു പോകും, ഇനി വിടുതലുണ്ടാകില്ല എന്ന് വിചാരിച്ച് സിയോൻ പുത്രി എന്നറിയപ്പെടുന്ന ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അടർന്നു മാറി, തെന്നി മാറി, ജീവിതത്തിൻ്റെ മരണവാതിലിലേക്ക് പോകുന്ന ഒരു വല്ലാത്ത സാഹചര്യത്തിൽ നിന്ന് മടക്കി കൂട്ടായ്മയിലേക്കും കുടുംബത്തിലേക്കും സ്വന്തക്കാരുടെ നടുവിലേക്കും മടക്കി വരുത്തുമ്പോൾ ആ പടിവാതിലുകൾ, ഞാൻ കുറച്ചുകൂടെ അതിന് വ്യക്തത വരുത്തട്ടെ, ദൈവാലയത്തിൻ്റെ ആരാധിക്കുന്നതിൻ്റെ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരുടെ ആ വാതിക്കലിലേക്ക് മടക്കിക്കൊണ്ടുവരിക. അവിടെ വെച്ച് മൗനമാകാനല്ല, അവിടെ വെച്ച് ദൈവത്തെ സ്തുതിക്കാൻ, പുകഴ്ത്തുവാൻ. ഞാൻ ഇന്ന് ഈ 2 വാതിലുകളെ ഈ വാക്യത്തിനകത്ത് വളരെ ശ്രദ്ധിച്ച്, വളരെ പരിശോധിച്ച് ഈ സന്ദേശം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ഞാൻ ഒരുപാട് പേരെ ദൈവാത്മാവിൽ കണ്ടുകൊണ്ട് പറയുക, ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് ഏതോ അപകടവാതിലിൻ്റെ, ദുഃഖവാതിലിൻ്റെ, നിരാശയുടെ വാതിലിൻ്റെ, രക്ഷപ്പെടാൻ പഴുതില്ലാത്ത വാതിലിൻ്റെ, നിങ്ങൾ കൂരിപ്പോരാൻ നിർവാഹമില്ലാത്ത വാതിലിൻ്റെ പടിക്കലാണ് ഇന്ന് ഈ 9-ാം തീയതി നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, നിങ്ങളെ അവിടെ നിന്ന് വലിച്ചെടുത്ത്, നിങ്ങളെ അവിടെ നിന്ന് ചുമന്നു മാറ്റി, അതിനൊക്കെയാണ് ഈ ഉദ്ധരിക്കുക എന്ന വാക്കിന് അവിടെ നിന്ന് ചുമന്നു മാറ്റുക, എടുത്തു മാറ്റുക എന്നൊക്കെ അർത്ഥം. നിങ്ങളെ പുറകോട്ട് വലിച്ച്, ട്രെയിൻ പാളത്തിലൂടെ ഒരു മനുഷ്യൻ ട്രെയിനിൻ്റെ മുമ്പിലേക്ക് ചാടാൻ വേണ്ടി ചെന്ന് ഇഞ്ചോടിഞ്ച് അടുത്ത് വരുമ്പോൾ, രക്ഷിക്കാൻ വരുന്ന ഒരാൾ പുറകിൽ നിന്ന് തൻ്റെ ജീവനെപ്പോലും പകച്ചുകൊണ്ട്
സെക്കൻഡ് കൊണ്ട് റെയിൽവേ ട്രാക്കിൽ നിന്ന് പുറകോട്ട് എറിയുന്നത് പോലെ മരണവാതിലിൽ നിന്ന് വലിച്ചെടുക്കുക, ചുമന്നു മാറ്റുക എന്നൊക്കെയാണ് ഉദ്ധരിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം കേട്ടോ. നിങ്ങൾക്ക് ആരോ മുന്നോട്ട് വലിച്ച് പുറകോട്ടിനി വരാൻ കഴിയാത്ത രീതിയിൽ മരണവാതിലിലേക്ക് നിങ്ങളെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന നമ്മുടെ കർത്താവ് നിങ്ങളെ അവിടെ നിന്ന് ചുമന്ന് പുറത്തേക്ക് മാറ്റി നിങ്ങളെ പടിവാതിക്കലേക്ക് സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും രക്ഷയുടെയും ഉല്ലാസത്തിൻ്റെയും പടിവാതിക്കലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്ന ദൈവത്തെ ഇന്ന് കാണണം. ഇന്ന് ആരാധിക്കാൻ, പ്രാർത്ഥിക്കാൻ, സ്തുതിക്കാൻ, മഹത്വപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ഏത് കോൺഗ്രിഗേഷനിൽ പോയി നിൽക്കുമ്പോഴും നിങ്ങൾ കാണണം നിങ്ങളെ മരണവാതിൽ നിന്ന് ഇന്ന് ചുമന്നുകൊണ്ട് സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും പടിവാതിലിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തെ. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് അപകടവാതിലിൻ്റെ മുമ്പിലാണെങ്കിൽ, അനർത്ഥവാതിലിൻ്റെ മുമ്പിലാണെങ്കിൽ, മരണവാതിലിൻ്റെ മുമ്പിലാണെങ്കിൽ, ദ ഡെഡ് എൻഡ്, ഈ വാതിൽ കടന്നാൽ പിന്നെ നിങ്ങളില്ല, തീർന്നു. അതാണ് മരണവാതിൽ, നിങ്ങളുടെ അവസാനത്തെ പടി എന്ന വണ്ണം. അങ്ങനെ ഒരു സ്ഥിതിയിലാണെങ്കിൽ എൻ്റെ കർത്താവ് അവിടെ നിന്ന് നിങ്ങളെ വലിച്ചെടുത്ത് സ്തുതിക്കുന്ന, ആരാധിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന പടിവാതിക്കലേക്ക് കൊണ്ടുവരട്ടെ. ഇന്ന് നിങ്ങളുടെ വാതിൽ മാറട്ടെ, നിങ്ങളുടെ മുമ്പിലെ വാതിൽ മാറട്ടെ. നിങ്ങളുടെ മുമ്പിൽ അവസാനത്തെ വാതിലല്ല, ഇനിയും സാധ്യതകളുടെ അനവധി വാതിലുകൾ നിങ്ങൾക്ക് മുമ്പിൽ കാണട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, ഈ സന്ദേശം നിങ്ങൾക്ക് കൈമാറിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നു. ഒരിക്കൽ കൂടി പറയാം, മരണവാതിലിൽ നിന്ന് സ്തുതിയുടെ പടിവാതിലിലേക്ക് എത്തിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. അതിൻ്റെ പേരാണ് ഉദ്ധരിക്കുക എന്ന്. ചുമന്ന് വലിച്ചെടുത്ത് നിങ്ങളെ സ്തുതിയുടെ വാതിലിലേക്ക്, പടിവാതിലിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ട്, നിങ്ങളും അത് മനസ്സിൽ പേറിക്കൊണ്ട് ദൈവസന്നിധിയിൽ, രോഗമോ പ്രയാസമോ കഷ്ടമോ ദുരിതമോ എന്തുമാകട്ടെ, ആ വാതിക്കൽ നിന്ന് നിങ്ങളെ സ്തുതിയുടെ വാതിലിലേക്ക്, പടിവാതിലിലേക്ക് ദൈവം എത്തിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീത ദിവസം തിരുവെഴുത്തിൽ കണ്ട 2 വാചകങ്ങളെ, 2 വാക്കുകളെ ചേർത്തെടുത്ത് ഞങ്ങൾക്ക് ദൈവം തരുന്ന ആലോചനയ്ക്കായി സ്തോത്രം. ചിലർ ഈ ദിവസങ്ങളിൽ ഏതോ ഒരു വല്ലാത്ത വാതിക്കലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇനി എന്താകുമെന്നറിയാത്ത, ഇനി എവിടെ അവസാനിക്കുമെന്നറിയാത്ത മരണവാതിൽ. എന്നാൽ എൻ്റെ രക്ഷകൻ മരണവാതിക്കൽ വന്ന് ഞങ്ങളെ ചുമന്നെടുത്ത് സ്തുതിയുടെ പടിവാതിലിലേക്ക് എത്തിക്കാൻ ശക്തനാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇത് കേൾക്കുന്ന ജനം ഇത് ഉദ്ധാരകനെ തിരിച്ചറിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പക്ഷം അതുതന്നെ സംഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.